എന്ത് കാര്യം വന്നാലും ഒരു ശീലമായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വന്ന ഒരാളാണ്. രാഷ്ട്രീയം അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയും കൂടെ പറയാമല്ലോ. അതൊക്കെ രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പുറത്ത് ഇവരെയൊക്കെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവർക്കെതിരെ ഒക്കെ നീങ്ങുന്ന ഒരു കാഴ്ച പ്രതിപക്ഷത്തു നിന്ന് കാണുന്നു. ശരിക്കും വിശ്വാസികളുടെ കൂടെ നിന്ന് ഈ ഗൂഢ പരിപാടികളുടെ കൂടെ നിൽക്കാതെ കൃത്യമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ ആളുകളെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കാനും ശബരിമലയെ ശുദ്ധീകരിക്കാനും ആ സ്വർണം വീണ്ടെടുക്കാനും അതിനല്ലേ പ്രതിപക്ഷവും ഈ മുദ്രാവാക്യം വിളിക്കുന്നവരും ഒക്കെ ഇപ്പോൾ ശ്രമിക്കേണ്ടത്? നോക്കൂ, ഇതിലെ ഈ CPM നേതൃത്വത്തിന് ബാക്കി എല്ലാ കാര്യങ്ങളും അവരെ UDFൻ്റെ ഭരണകാലം എന്ന് പറയും. ഈ വിഷയം മാത്രം UDFൻ്റെ തലയിൽ ഇടാൻ അവർക്ക് പറ്റിയിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? UDF ഭരിച്ച 2011 തൊട്ട് 16 വരെയുള്ള ഘട്ടം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ അങ്ങനെ ഉയർന്നു വന്നിട്ടില്ല. ഞാൻ ഈ ഇലക്ട്രിസിറ്റിയും പോലീസൊക്കെ പറഞ്ഞത് താങ്കൾ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഇത് മാത്രം മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതല്ല. താങ്കളുടെ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം പറഞ്ഞതാണ്. ഇവിടെ പ്രതിപക്ഷത്തിന് എന്താ റോളുള്ളത്? പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും കാണിക്കുന്നില്ല. പ്രതിപക്ഷം എന്താ പറഞ്ഞത്? ഭക്തർ അവിടെ കൊടുത്ത പണം, അവിടെ കൊടുത്ത സ്വർണം, ഈ സ്വർണ്ണമൊക്കെ എവിടെ പോയി എന്നുള്ള അന്വേഷിച്ച് കൊടുക്കാനായിട്ട് ഹൈക്കോടതി നിയമിച്ച ഒരു ഒരു സംഘമുണ്ട്. ആ സംഘം കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്തിയെന്ന പ്രതീക്ഷയുണ്ട്. അത് തന്നെയാണ് CPM മന്ത്രിമാർ പറയുന്നത്. പക്ഷേ CPM മന്ത്രിമാർ പറയുമ്പോൾ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഞങ്ങളും കോടതിയൊക്കെ ഒരുമിച്ച് എന്നാ പറയുന്നത്. അത് വേണ്ട, ഞങ്ങളും കോടതിയൊന്നും കൂടെ ഒരുമിച്ചല്ല, കോടതിയാണ് കൂടി ചേർത്ത് വെച്ച് കോടതിയാണ് നേതൃത്വം നൽകിയത്. ഇവിടെ ഒരു ഭരിക്കുന്ന സർക്കാരേ ഇല്ല, ഇവിടെ അതിനൊരു ദേവസ്വം ബോർഡേ ഇല്ല, എല്ലാം ഈ പറയുന്ന കോടതി മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു തരം ജുഡീഷ്യറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രത്യേക നയം, ഒരു നിലപാട് അത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെ, നമുക്ക് ജുഡീഷ്യറി എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം അവർക്കുമില്ലേ അവകാശം, ഞങ്ങൾ ഇവിടെ ഭരിക്കുമ്പോൾ ഞങ്ങൾ കൂടി ഇടപെട്ട് കോടതിയെ സഹായിക്കുന്നു, ആ കോടതിയുടെ കൂടി നിർദ്ദേശമനുസരിച്ച് നിയമപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ഇവിടെ കൊണ്ടു നടത്തുന്ന ഞങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നു, അവർ വിജയിച്ച് കാര്യങ്ങളുമായിട്ട് കണ്ടെത്തി കൊണ്ടുവരുന്നു, അവർക്ക് അവകാശമില്ലേ അത് പറയാൻ? അല്ല, ഇതിനു മുമ്പ് എവിടെയായിരുന്നു അവര്? ഇത് കുറെ കാലം ആയല്ലോ ഈ സ്വർണ്ണക്കടത്ത് തുടങ്ങിയിട്ട്. അല്ല, ഇതിലും നോക്കൂ, ഈ കാര്യത്തിലും നോക്കൂ, എങ്ങനെയാണ് ഇത് കോടതിയിലേക്ക് എത്തിയത്? ഇത് കോടതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആദ്യം ഈ കാര്യങ്ങളിൽ പ്രത്യേകമായ പരാതികൾ വന്ന ഒരു പീഡവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ടുമായി കോടതിയിലേക്ക് പോയപ്പോഴാണ് മറ്റേ വിഷയം വരുന്നത്. അല്ലല്ലല്ല, ഇത് സ്പെഷ്യൽ ശബരിമലയിലെ സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയാണ് ഇതിന് തുടക്കമിട്ടത്. വെറുതെ തെറ്റിദ്ധരിപ്പിക്കല്ലേ, കോടതിയാണ് തുടക്കമിട്ടത്. അപ്പോൾ കോടതി തുടക്കമിട്ടാലേ അതിന് ഗവൺമെൻറ് സഹകരിച്ചേ പറ്റൂ. അപ്പോൾ അത് ഞങ്ങളും കോടതിയൊക്കെ ഒരുപോലെ ചിന്തിക്കുന്നതൊന്നും പറയേണ്ടതെന്നേ പറഞ്ഞുള്ളൂ. അതോടെ നിൽക്കട്ടെ. അതായത് കോടതി ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം സർക്കാരിൻ്റെ നിലപാടല്ല, ബാക്കി സർക്കാരുകൾക്ക് കാര്യമില്ല, കൃത്യമായി കാര്യങ്ങളെല്ലാം അവിടെ സർക്കാരുകൾ ഇടപെട്ട് കാര്യങ്ങൾ നടത്തിക്കോളും. നമുക്ക് അതിനകത്ത് സംശയിക്കാനേ ഇല്ലെന്നാണ്. പല കേസുകളും നമ്മൾ കോടതിയിലുള്ളത് കാണുന്നുണ്ട്, സുപ്രീം കോടതിയിലൊക്കെ കാണുന്ന കേസുകൾ, കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകൾ, കോടതി പറഞ്ഞിട്ടും മറ്റ് പല രീതിയിലാണ് മറുപടികൾ. അവിടെ സർക്കാരിൻ്റെ വാദം, അതിനെതിരായിട്ടൊക്കെയുള്ള പല നിലപാടുകൾ എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സർക്കാരുകൾ കൃത്യമായി കോടതികൾ പറയുന്നത് കേൾക്കുന്നതിൻ്റെ ഉദാഹരണം കേന്ദ്രത്തിൽ നിന്നുള്ള പല നടപടികളിലും കാണുന്നില്ല. ഉദാഹരണമായി താങ്കളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ് അതൊക്കെ. നോക്കൂ, നിങ്ങൾ ഈ ചോദ്യം ഒരു 10 കിലോമീറ്ററും ഉത്തരം ഒരു 1/2 കിലോമീറ്ററുമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെയാണ് പിന്നെ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞാൻ പറയുന്ന ഡോക്ടർ ലാലു കേൾക്കൂ. അതായത് കോടതി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശബരിമലയിലത്തെ ഈ സ്വർണ്ണക്കടത്ത് ജനങ്ങൾ അറിയുമായിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഭരിച്ച ദേവസ്വത്തിൻ്റെ CPMൻ്റെ ദേവസ്വം മന്ത്രിമാരും CPMൻ്റെ ദേവസ്വം പ്രസിഡന്റുമാരും ഇതിന് ഉത്തരവാദികളാണ്. 2. ഇതിന് രാഷ്ട്രീയ നേതൃത്വം, കേരളം ഭരിക്കുന്ന LDFൻ്റെ നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിന് ഉത്തരം പറയേണ്ടതാണ്. 3. ഇതിലെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇത്രയും കാലം ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത് ദേവസ്വം
ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എ പത്മകുമാർ, അനന്തഗോപൻ, ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഇവരൊക്കെ പറയുന്നതാണ് പത്രങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. ഇത് UDFിൻ്റെ തലയിലേക്ക് ഇതുവരെ ഇടാൻ ഒരു അവസരം അവർക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടില്ല, അത് വേറെ വിഷയം, കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് സഹകരിച്ചോട്ടെ, നല്ല കാര്യമാണ്, ദേവസ്വത്തിൻ്റെ കാര്യമാണ്. പക്ഷേ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ 2022 ശ്രദ്ധിക്കണം, 2022 തിരുവിതാംകൂർ ദേവസ്വത്തിലെ ബിജു എന്ന് പറയുന്ന ഒരു SP, ഒരു വിജിലൻസ് SP ഉണ്ടായിരുന്നു. ആ SP-യുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ഭരണസമിതി ഗവൺമെൻറ്റിനെ ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിച്ച് അവരെ മാറ്റി. എന്തിനാണ് ഈ മാറ്റിയത് എന്നൊരു ചോദ്യം ഇന്ന് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ ഉണ്ട്. ലാലിൻ്റെ ശ്രദ്ധയിലേക്ക് മനസ്സിലായി.